മിന്നൽ പോലെ. രചന ഹരിത പ്രാണ. അവതരണം അഷിക. വെളുപ്പിന് 3 മണിയായതോടെ ഫെലിക്സും സൂരജും ട്രിവാൻഡ്രത്തെത്തി. നേരത്തെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഫൈസി അവരെ വിളിക്കാനെത്തിയിട്ടുണ്ട്. നിവി ആന്റണിക്കൊപ്പം അവരുടെ ഫ്ലാറ്റിലാണ്. അവിടേക്കാണ് ഇപ്പൊ ഫെലിക്സ് പോകുന്നതും. അരമണിക്കൂർ പിന്നെയും കാത്തു നിന്നിട്ടാണ് ഫെലിക്സിനെയും സൂരജിനെ ഫൈസിക്ക് കാണാൻ പറ്റിയത്. ടെൻഷനോടി ഓടി വരുന്നവരെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ അവനും കുഴഞ്ഞു. വന്നപാടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നവനെ ഫൈസി അന്തിച്ചു നോക്കി. ഡാ, ഞാൻ ഓടിക്കാം, നീ റെസ്റ്റ് എടുക്ക്. ചലിച്ചോണ്ട് നിൽക്കൊണ്ട് വന്ന് വണ്ടി കയറാവോപ്പേ. കിട്ടേണ്ടത് കിട്ടിയപ്പോ നല്ല കുട്ടിയെ ഫൈസി അകത്തേക്ക് കയറിയിരുന്നു. പിന്നെ അവിടെ നിന്ന് മിന്നലിന്റെ വേഗതയിലാണ് ആ കാർ പാഞ്ഞത്. 4.5 മണിക്കൂറോളം വേണ്ടെടുത്ത് 3 മണിക്കൂർ എത്തുന്നതിനു മുമ്പ് ആലപ്പുഴയിലുള്ള ആന്റണിയുടെ ഫ്ലാറ്റിലേക്ക് അവരെത്തിയിരുന്നു. അവരെ കാത്തുറങ്ങാതെ ആന്റണിയും നിവിയും അവിടെ ഉണ്ടായിരുന്നു. എന്നതാണ് ഈ കേൾക്കുന്നേ? നീയൊക്കെ ഉണ്ടായിട്ടും അവളെ ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറഞ്ഞ? അവന്റെ വിഷമത്തിൽ നിവിയുടെയും ഫൈസലിന്റെ തല താണു. നീ വിഷമിക്കാതെ, അവൾ നിന്നെ ഒന്ന് പേടിപ്പിക്കാനല്ലേ. അപ്പോഴത്തെ സങ്കടത്തിന് എങ്ങോട്ടെങ്കിലും മാറിയതാകും. നമുക്ക് കണ്ടുപിടിക്കാവളെ. ഞാനിങ്ങ് വന്നില്ലേ, കണ്ടുപിടിക്കാം. തളർന്നിരിക്കുന്ന ആന്റണിയെ മുറുകെ കെട്ടിപ്പിടിച്ചവൻ ആശ്വസിപ്പിച്ചു. നിന്റെ അപ്പന്റെ സ്റ്റാൻഡ് എന്താ? ഹാളിലെ ടീപ്പോയ്ക്ക് മുന്നിലിരുന്നു ആനിയെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളും ആന്റണിക്ക് അവർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഫെലിക്സ് ആ ചോദ്യം ചോദിച്ചത്. നിന്റെ അപ്പനും ഇവന്റെ അപ്പനും ആളെ വിട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ വിചാരം അവൾ ഈ തക്കം നോക്കി ആരുടെ കൂടെ ഒളിച്ചോടിയെന്ന. ആ തള്ളയില്ലേ ആ വല്യമ്മച്ചി, അതും അവരുടെ ബുദ്ധിയ. എന്റെ കൊച്ചിനെ ഒന്ന് കിട്ടിക്കോട്ടെ, അവർക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. എടാ, എന്നാലും അവൾ എങ്ങനെ? ആ വീടും കോളേജും മാത്രമായി നടന്നതാ. പുറത്തൊന്നും പോയി ഒരു പരിചയവുമില്ല. ആകെ 1-2 കൂട്ടുകാർ. അതിന് ക്ലാസ്സിൽ പഠിക്കുന്നത്. അവർക്കൊന്നും ആനിയെപ്പറ്റി ഒന്നും അറിയില്ല. വേറെ കൂട്ടുകാരൊന്നും അവൾക്കില്ല. ഇന്ന് രാവിലെ തന്നെ അവൾ ഇവരുടെ അടുത്തേക്ക് ചെന്നെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ പോലും എനിക്ക് അത്ഭുതമാ തോന്നിയത്. വേറെ ബന്ധുക്കളുടെ മറ്റേ വീട്ടിലോ പോകാൻ എങ്ങും എത്തിയിട്ടില്ല. അവിടെ എല്ലാം അപ്പം വിളിച്ച് തിരക്കി. കോളേജ് ഹോസ്റ്റലിലും അടുത്തുള്ള ലേഡീസ് ഹോസ്റ്റലിലും എല്ലാം ഞാൻ ഇവനും കൂടി അന്വേഷിച്ചു. അവിടെ എങ്ങും എത്തിയിട്ടില്ല. പോലീസിനും കംപ്ലൈന്റ് ചെയ്തു. അവിടെ നിന്നും ഒരു വിവരവുമില്ല. എന്തായാലും നമുക്കിവിടെ എല്ലാം ഒന്ന് അന്വേഷിച്ച് നോക്കാം. ചിലപ്പോൾ രാത്രിയിൽ എങ്ങാലും എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിലും. ഒരിക്കൽ കൂടി എല്ലായിടവും തിരയാൻ പോകാമെന്ന് ഉറപ്പിച്ചുകൊണ്ട് 5 പേര് 3 വഴിയിലായി തിരയാൻ ഉറപ്പിച്ചു. ഫെലിക്സും സൂരജും ഫ്രഷ് ആകാൻ പോയി. 10 മണിയോടെ 5 പേര് 3 വഴിയിലായി തിരഞ്ഞു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടെ നിന്നൊന്നും ഒരു വിവരവും കിട്ടാതെ 5 പേരും കുഴഞ്ഞു. ഫെലിക്സിനാകെ വല്ലാത്ത ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ടായിരുന്നു. അവളുടെ ഈ അവസ്ഥയ്ക്ക് അവനും കൂടി കാരണമാണെന്നുള്ള കുറ്റബോധം കൂടിയായപ്പോൾ മനസ്സിനൊപ്പം ശരീരവും തളർന്നു തുടങ്ങി. ദിവസങ്ങൾ കൊണ്ടുള്ള അലച്ചിലാണ്. അതിനിടയിലാണ് ആനിയുടെ പ്രശ്നവും വന്നത്. ഇനിയൊന്നിനും വയ്യാത്തതുപോലെ അവൻ വണ്ടിയിലേക്ക് കയറി. പതിവില്ലാത്ത സമയത്ത് മുതലാളിമാരിൽ ഒരാളെ അവിടെ കണ്ടതിന്റെ ഞെട്ടലിലാണ് അവിടെ പണിക്ക് നിന്നവർ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കിടന്നതാണ് എല്ലാവരും. അങ്ങനെ കിടക്കുന്നത് കണ്ടാൽ സൂരജോ നിവിനോ ആണിൽ ഒന്നും പറയില്ല. പക്ഷെ ഫെലിക്സോ ഫൈസലോ ആണിൽ കണക്കിന് കിട്ടും. പക്ഷെ ഇന്നവരെ കണ്ടിട്ടൊന്നും മിണ്ടാതെ മുകളിലേക്കുള്ള പടി വളരെ ക്ഷീണത്തോടെ കയറുന്നവനെ എല്ലാവരും ഒന്ന് നോക്കി. സാറിന് ഇന്ന് എന്തു പറ്റി? സാധാരണ ഈ സമയം നമ്മുടെ തല കൊയ്യാറുള്ളതാണല്ലോ. എന്തേലും വിഷമം കാണും. ഇതുപോലൊരെണ്ണം ഈ സിറ്റിയുടെ ഒത്ത നടുക്ക് കിട്ടണമെങ്കിൽ ചെറിയ കളി വല്ലതും കളിച്ചാൽ മതിയോ? ഒരുപാട് കഷ്ടപ്പെടണ്ടേ? അതിന്റെ അലച്ചിലായിരിക്കും. പാവം പിള്ളേര്. ഇതെല്ലാം ശരിയായി. നന്നായി ജീവിച്ച കണ്ടാൽ മതി കർത്താവെ. കൂട്ടത്തിൽ അല്പം പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞുകൊണ്ട് അവരുടെ ജോലികളിലേക്ക് മടങ്ങി. ആകെ അവശതയോടെയാണ് ഫെലിക്സ് റൂമിലേക്ക് ചെന്നത്. എവിടെയെങ്കിലും ഒന്ന് കിടന്നില്ലെങ്കിൽ വീണുപോകുമെന്ന് തോന്നിയപ്പോഴാണ് റെസ്റ്റോറന്റിലേക്ക് പോകുവാണെന്ന് അവർക്ക് മെസ്സേജ് ഇട്ടിട്ട് ഇവിടേക്ക് വന്നത്. ആനിയെ പറ്റി ആലോചിച്ചതും ഫെലിക്സിന്റെ കണ്ണു നിറഞ്ഞൊഴുകി. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മനസ്സ് കീഴടക്കിയവൾ അവളെപ്പറ്റി ഓരോന്നും ആലോചിച്ച് റൂമിന്റെ ഡോറ് തുറന്നകത്തേക്ക് കയറി. നേരെ ബെഡിലേക്ക് കിടന്നതും അവൻ പൊട്ടിക്കരഞ്ഞുപോയി. ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഫെലിക്സ് മറ്റൊരാൾക്ക് വേണ്ടി ചങ്ക് പൊട്ടിക്കരയുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവന് വല്ലാത്ത ആശ്വാസം കിട്ടി. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവളെ ഇന്ന് തന്നെ കണ്ടുപിടിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു. എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി മുഖം കഴുകി വെളിയിലേക്ക് വന്നപ്പോഴാണ് ബെഡിൽ ആരാ കിടക്കുന്നതായിട്ട് അവന് തോന്നിയത്. ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും കാണാതെ മൂടി പൊതച്ചാണ് കിടക്കുന്നത്. ആരാണിത് ആദ്യമെന്ന് ചിന്തിച്ചെങ്കിലും ടേബിളിൽ ഇരിക്കുന്ന ബാഗും ഫോണും കണ്ടപ്പോൾ തന്നെ അവന്റെ നെഞ്ചിലെ വലിയൊരു തീ അണഞ്ഞതുപോലെ തോന്നിയവന് വെളിക്ക് കൈയും കൊടുത്ത് ആ ബെഡിൽ കിടക്കുന്നവളെ നോക്കി അവൻ അറിയാതെ ചിരിച്ചുപോയി. അപ്പോഴും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആനിയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് അവളുടെ ഫേവറേറ്റ് ടീച്ചർ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു.
ആന്റണിയും സൂരജും. അപ്പോഴാണ് ഫെലിക്സിന്റെ കോൾ അവരെ തേടിയെത്തുന്നത്. ഹലോ, എടാ നീ എവിടെയാ? ഞങ്ങളിതേ ടീച്ചറുടെ വീട്ടിലേക്ക് പോകുക. സൂരജെ, എങ്ങും പോണ്ട. അവളെ കിട്ടി. കിട്ടിയോ? എവിടുന്ന്? സൂരജിന്റെ ഒറ്റ അലർച്ചയിൽ ആന്റണി കാർ സൈഡാക്കി. എന്നതാടാ, കൊച്ചിനെ കിട്ടിയോ? സൂരജ് വേഗം ഫോൺ സ്പീക്കറിലിട്ടു. ആ കിട്ടി. നിന്റെ പെങ്ങൾ എങ്ങനെയൊക്കെയാണേലും എന്നെ വിട്ടു പോകത്തില്ലടാ. അതല്ലേ നമ്മുടെ റെസ്റ്റോറന്റിൽ പ്രൈവറ്റ് റൂമിൽ കിടന്നുറങ്ങുന്നത്. പുല്ല്, കൊടുക്കടാ അവൾക്കിട്ടൊരു ചവിട്ട്. മനുഷ്യനെ തീ തീറ്റിക്കാണ്ടി കിടന്നുറങ്ങുക. പോടാ, എന്റെ കൊച്ചിന് സങ്കടം കൊണ്ട് വന്ന് കിടന്നതാവും. ചവിട്ട് നിനക്കും നിന്റെ അപ്പനും അങ്ങേറെ അമ്മക്കും കിട്ടേണ്ടത്. വയ്യാതെ ഞാൻ വരുന്നുണ്ട്. അത് നീ എത്ര വേണേലും തന്നു വാങ്ങിക്കാം. നീ ഫോൺ വെക്കിപ്പോ, ഞങ്ങളിതേ അങ്ങോട്ട് വരുക. ഓ വേണ്ട, മറ്റവന്മാരെയും കൂട്ടിയേ നീയൊക്കെ നേരെ ഫ്ലാറ്റിലേക്ക് വിട്ടു. അപ്പനെ വിളിച്ചു പറഞ്ഞേക്ക്. ഞാൻ എന്റെ കൊച്ചിന്റെ സങ്കടമൊക്കെ ഒന്ന് മാറ്റിവെച്ച് പതിയെ അങ്ങ് വന്നേക്കാം. ഓ, അതിനിടയിൽ കൂടി എടാ ഒന്ന് കണ്ടേച്ചിട്ട് പൊക്കോളാടാ. അല്ലേടാ സൂരജേ? ആ എടാ, ഞങ്ങള് വേഗം പൊക്കോളാം. അവളെ ഒന്ന് കാണാലോ. എടാ, നിങ്ങൾ കാണണ്ടെന്ന് കരുതിയല്ല. എടാ, അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയില്ല. ചിലപ്പോ ആന്റണിയെ കണ്ടാൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അറിയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം. നിങ്ങൾ രണ്ടാളും പൊക്കോ. അതും ശരിയാ. എന്നാ അങ്ങനെ മതിയടാ. ആ പിന്നെ, നാളെ അവിടുത്തുള്ള പള്ളി ഏതാന്ന് വെച്ചാ അവിടെ എന്റെ നിന്റെ പെങ്ങളുടെയും കെട്ട്. നമ്മൾ 5 മാത്രം. വേണേ നിന്റെ വീട്ടിലും അറിയിച്ചു. താല്പര്യമുള്ളവർ വന്നാൽ മതി. പിന്നെ നിന്റെ വല്യമ്മച്ചി ആ പരിസരത്ത് കണ്ടേക്കരുത്. ഇതിനൊക്കെ നീ അതും തീരുമാനിച്ച? ഇത് ഞാൻ നേരത്തെ ചെയ്യേണ്ടായിരുന്നടാ. അങ്ങനെ ആയിരുന്നേലേ അവൾക്ക് ഇത്രയും സങ്കടം വരില്ലായിരുന്നു. ആ അത് പോട്ടെ, നിങ്ങൾ ചെല്ല്. ഞാൻ ഇവിടെ ഒന്ന് ഉണർത്തട്ടെ. ഓ ആയിക്കോട്ടെ, കെട്ടുനാളെയാണെന്ന് ഓർമ്മ വേണം കേട്ടോ. പോടാ. കളിയാക്കിയ സൂരജിനെ അധികം തെറി വിളിക്കാൻ നിൽക്കാതെ അവൻ ഫോൺ കട്ടാക്കി ടേബിളിൽ വെച്ചു. പിന്നെ മെല്ലെ ബെഡിലേക്ക് കിടന്നു. ഇടയ്ക്കൊന്നും ഉണർന്നിട്ടും വിശപ്പ് കൊണ്ടും ക്ഷീണം കൊണ്ടും പിന്നെ ഉറങ്ങിപ്പോയതാണ് ആനി. അവളുടെ മുഖത്തു നിന്നും പതിയെ പുതപ്പ് മാറ്റിയതും ക്ഷീണം കൊണ്ടും കരഞ്ഞതിനാലും വിങ്ങിയ മുഖം കാണുകയെ അവന് സങ്കടം കൂടി. മെല്ലെ ആ നെറ്റിയിലൊന്ന് മുത്തി അവനവളെ പതിയെ ഒന്ന് തിരിച്ചു കിടത്തി. ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഷാൾ കഴുത്തിൽ വലിഞ്ഞു കിടക്കുന്നതാണെന്ന് കണ്ടതും ഷോൾഡറിൽ നിന്ന് പിന്നൊരു ഷാൾ മാറ്റി വെച്ചു. ടേബിളിൽ ഇരുന്ന് വെള്ളമെടുത്ത് കൈയൊന്ന് നനച്ച് പതിയെ ആ മുഖമൊന്ന് തുടച്ചു കൊടുത്തതും മുഖത്തെ ഈർപ്പത്തിന്റെ അസ്വസ്ഥതയിൽ ആനി മെല്ലെ ഉണർന്നു. കണ്ണു തുറന്നു നോക്കി. ആദ്യം എവിടെയാണെന്ന് മനസ്സിലായില്ലെങ്കിലും പെട്ടെന്ന് കഴിഞ്ഞ സംഭവങ്ങൾ ഓരോന്നും അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അവളുടെ കണ്ണു മെല്ലെ നിറഞ്ഞൊഴുകിയതും മറ്റൊരു കൈ അതിനെ തുടച്ചു നീക്കിയിരുന്നു. ഞെട്ടലോടെ ആനി മുഖമുയർത്തി നോക്കിയതും തൊട്ടരയിൽ കിടക്കുന്നവനെ കാണി ആ കണ്ണു വിടരുകയും പിന്നീട് ദേഷ്യം കൊണ്ട് ചുമക്കുകയും ചെയ്യുന്നത് ഫെലിക്സ് കണ്ടു. കൂർത്തു നിൽക്കുന്ന അവളുടെ മൂക്കിന് തുമ്പിലൊന്ന് തൊടാൻ തുടങ്ങിയതും കർണം തീർത്തടി കിട്ടിയതും ഒന്നിച്ചായിരുന്നു. അതിന്റെ പകപ്പ് മാറും മുന്നേ അടുത്ത കവിളിലും കിട്ടിയിരുന്നു ഒന്ന്. പിന്നെയും അടിക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ 2 കൈയും ലോക്കാക്കി അവളുടെ മുകളിലേക്ക് കിടന്നു. ഒന്ന് ശ്വാസം വിടാനുള്ള സാവകാശമെങ്കിലും ഒന്ന് താന്നുമോ? ഒന്നുമില്ലല്ലോ, നിന്റെ കെട്ടിയോനല്ലേടി? അല്ല, ആരുമല്ല. എന്റെ ആരുമല്ല. എനിക്ക് ആരുമില്ല. ഞാൻ അനാഥയാ. അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരുന്നേ ഒരു വാക്ക് പറയില്ലായിരുന്നോ പോകുന്നതിന് മുമ്പേ? ഒന്നും അറിയിക്കില്ലായിരുന്നു. ഒറ്റക്കായപ്പോ എനിക്ക് ഓടിയെത്താൻ ആരുമില്ല. ആദ്യം ദേഷ്യത്തിൽ പറഞ്ഞതാണേലും പറഞ്ഞു വന്നപ്പോഴേക്കും ആനിയുടെ ചുണ്ടുകൾ വിതുമ്പിയിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ പെണ്ണെ. നീ പരീക്ഷയുടെ ചൂടിലല്ലേ, വെറുതെ ടെൻഷൻ ആക്കണ്ടെന്ന് കരുതി. അത്രേ ഉള്ളൂ, അല്ലാതെ വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല പെണ്ണെ. നിന്നെ വേണ്ടെന്ന് വെച്ചാ പിന്നെ എനിക്ക് ആരടാ കുഞ്ഞ ഉള്ളേ? എനിക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ നീയല്ലേ ഉള്ളൂ. വെറുതെയാ, എല്ലാം വെറുതെയാ. എന്നെ ആർക്കും വേണ്ട. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം മതി. ഞാൻ എല്ലാവർക്കും ശല്യമാ, പിച്ചായന്റെ ജീവിതത്തിന് പോലും. ഉവ്വ്, ഇതാ ചെറുക്കൻ കേൾക്കണം. നിന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഇന്നലെ ഒരു ദിവസം മുഴുവനും ഭ്രാന്തനെ പോലെ നടന്നവനാ. അറിയാതെ പോലും അങ്ങനെയൊന്നും പറയല്ലേടാ. അവനെ അറിയില്ല എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്ന്. നമുക്കവനെ പഠിപ്പിക്കാന്നേ, ചായം പഠിപ്പിക്കാം. ആദ്യം എൻ്റെ കൊച്ചിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന്. ഇപ്പോ എണീറ്റേ, വേഗം ഫ്രഷാക്. നീ വല്ലതും കഴിച്ചതാണോ? ആ ഒരൊറ്റ ചോദ്യത്തിൽ ആനിയുടെ മുഖം ഒന്നുകൂടി അവന്റെ നെഞ്ചിലേക്ക് അമർന്നു. ഞാനൊന്നും പറയുന്നില്ല. അവളെ ഒന്നുകൂടി അവനോട് അമർത്തിക്കൊണ്ട് അവൻ മറുകയിലെ ഫോൺ എടുത്തു. രാജേഷേ, 2 ബിരിയാണി വാങ്ങിക്കൊണ്ട് വരാമോ? പൈസ ഉണ്ടോ കയ്യിലേ? എങ്കിൽ ശരി. ഫോൺ തിരികെ വെച്ചവൻ അവളെ നോക്കി. രാജേഷ്
താഴെ പണി ചെയ്യുന്നവരുടെ കൂട്ടിലുള്ള ഒരു പാവം പയ്യന. അവനാവുമ്പോ ഈ പരുവത്തിൽ നമ്മളെ കണ്ടാലും വലിയ കുഴപ്പമില്ല. അതിന് ഈ പരുവത്തിൽ എന്താ കുഴപ്പം? ഈ പരുവത്തിൽ കുഴപ്പമൊന്നുമില്ലേ? പക്ഷേ ഇച്ചായനിപ്പോ ഈ കുഞ്ഞു ചുണ്ടങ്ങെടുത്ത് കഴിയുമ്പോ കുഴപ്പമാകില്ലേ? അതെ. അവൾ എന്തോ പറയുന്നതിനു മുന്നേ അവന്റെ അതിരങ്ങൾ അതിന്റെ ഇണയെ തേടി ചെന്നിരുന്നു. ദീർഘനേരം നീണ്ടു നിന്നൊരു ചുംബനം അവളിലെ അവശതകളെ പോലും അകറ്റി. ഒരുപോലെ ഇരുവരും അവളുടെ ചുംബനം ആസ്വദിച്ചു. ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയതും അവളുടെ നഖങ്ങൾ അവളുടെ നെഞ്ചിൽ പോറൽ തീർത്തു. മാതി പറിച്ചല്ലോ നീ. എനിക്ക് ശ്വാസം മുട്ടിയിട്ടല്ലേ? ആണോ? സോറി. ഇനി ഇങ്ങനെ ആവാതെ നോക്കാട്ടോ, അവളെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ഒരു ചിരിയോടെ ആ നെഞ്ചിലേക്ക് ചേർന്നതും അവനും അവളെ മുറുക്കെ പിടിച്ചു. അത്രയും നേരം അനുഭവിച്ച വേദനകൾക്ക് ഒരാശ്വാസം പോലെ. തുടരും.